പണ്ട് പണ്ട് ജപ്പാനിലെ മുസാഷി എന്നു പേരുള്ള ഒരിടത്ത് കൊടും തണുപ്പുള്ള മലമുകളിൽ 2 മരം വെട്ടുകാർ ജീവിച്ചിരുന്നു. ഒരാൾ വൃദ്ധനായ മുസാക്കു, മറ്റേയാൾ ചെറുപ്പക്കാരനും സുമുഖനുമായ മിനോഗിച്ചി. ഒരു ദിവസം കാട്ടിൽ പണി കഴിഞ്ഞു മടങ്ങുമ്പോൾ ഭയങ്കരമായ മഞ്ഞുവീഴ്ച തുടങ്ങി. വീട്ടിലേക്ക് പോകാൻ വഴി കാണാതെയായപ്പോൾ അവർ അടുത്തുള്ള ഒരു പഴയ തോണിക്കാരൻ്റെ കുടിലിൽ അഭയം തേടി. തണുത്തു വിറച്ച് അവർ ആ കുടിലിനുള്ളിൽ ഉറങ്ങാൻ കിടന്നു. രാത്രി പാതിയായപ്പോൾ മുഖത്ത് മഞ്ഞു വീഴുന്ന തണുപ്പറിഞ്ഞ് മിനോഗിച്ചി ഞെട്ടിയുണർന്നു. നോക്കുമ്പോൾ കുടിലിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അവിടെ വെളുത്ത വസ്ത്രം ധരിച്ച അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. മഞ്ഞുപോലെ വെളുത്ത നിറം, നീളൻ മുടി. മിനോഗിച്ചി പേടിച്ചു വിറച്ചുപോയി. ആ സ്ത്രീ വൃദ്ധനായ മുസാക്കുവിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞ് തൻ്റെ തണുത്ത ശ്വാസം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഊതി. നിമിഷനേരം കൊണ്ട് ആ വൃദ്ധൻ മരവിച്ചു മരിച്ചു. പിന്നീട് അവൾ മിനോഗിച്ചിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവൾ അവനെ കൊല്ലമെന്നുറപ്പായി. പക്ഷേ അവൻ്റെ ഭംഗിയുള്ള മുഖം കണ്ട് അവൾക്ക് അലിവ് തോന്നി. അവൾ പറഞ്ഞു, നിന്നെയും ആ കിഴവനെ പോലെ കൊല്ലേണ്ടതാണ്. പക്ഷെ നീ ചെറുപ്പമാണ്, നല്ല ഭംഗിയുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ കണ്ട കാര്യങ്ങൾ നീ ആരോടും പറയരുത്, സ്വന്തം അമ്മയോട് പോലും. ഈ സത്യം തെറ്റിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലും. ഇത്രയും പറഞ്ഞ് അവൾ മഞ്ഞുകാറ്റിൽ അലിഞ്ഞ് ഇല്ലാതായി. വർഷങ്ങൾ കടന്നുപോയി. മിനോഗിച്ചി ആ ഭയാനകമായ രാത്രിയെക്കുറിച്ച് ആരോടും മിണ്ടിയില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോൾ അവൻ അതിമനോഹരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഒയൂക്കി എന്നായിരുന്നു അവളുടെ പേര്. ജാപ്പനീസ് ഭാഷയിൽ അതിനർത്ഥം മഞ്ഞ് എന്നാണ്. അവർ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അവർക്ക് 10 കുട്ടികളുണ്ടായി. ഒയൂക്കി വളരെ നല്ലൊരു ഭാര്യയും അമ്മയുമായിരുന്നു. ഗ്രാമത്തിലുള്ളവർക്ക് ഒയൂക്കിയെക്കുറിച്ച് ഒരേ ഒരു അത്ഭുതമേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഒയൂക്കിക്ക് മാത്രം പ്രായമാകുന്നില്ല. അവൾ വന്ന ദിവസം പോലെ തന്നെ ചെറുപ്പമായിരുന്നു. ഒരു തണുത്തുള്ള രാത്രിയിൽ കുട്ടികളെല്ലാം ഉറങ്ങിയ ശേഷം ഒയൂക്കി വിളക്കിൻ്റെ വെളിച്ചത്തിൽ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വെളിച്ചത്തിൽ അവളുടെ മുഖം കണ്ടപ്പോൾ മിനോഗിച്ചിക്ക് പഴയൊരു ഓർമ്മ വന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിന്നെ ഈ വെളിച്ചത്തിൽ കാണുമ്പോൾ എനിക്കെൻ്റെ 18-ാം വയസ്സിൽ നടന്ന ഒരു കാര്യം ഓർമ്മ വരുന്നു. അന്ന് ഞാൻ മഞ്ഞുപോലെ വെളുത്ത നിന്നെപ്പോലെ തന്നെയുള്ള ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടിരുന്നു. അതൊരു പക്ഷേ ആ മഞ്ഞുപെണ്ണ് യൂക്കിയൊണ്ണയായിരിക്കാം. അന്ന് പേടിച്ചു പോയെങ്കിലും അവൾക്ക് നിന്റെ അതേ ഛായയായിരുന്നു. പെട്ടെന്ന് ഒയൂക്കിയുടെ കൈകൾ നിശ്ചലമായി. അവൾ മെല്ലെ എഴുന്നേറ്റു. അവളുടെ മുഖം വല്ലാതെ മാറി പഴയ ആ മഞ്ഞുപെണ്ണിൻ്റെ രൂപമായി. അവൾ അലറിക്കൊണ്ട് പറഞ്ഞു, അത് ഞാൻ തന്നെയായിരുന്നു. ആരോടും പറയില്ലെന്ന് അന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ്. ഇപ്പോൾ നീ ആ വാക്ക് തെറ്റിച്ചു. അവൾ അവനെ കൊല്ലാനായി കൈകൾ ഉയർത്തി. പക്ഷേ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന അവരുടെ മക്കളെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് മാറി. അവൾ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയുന്നില്ല. ഞാൻ പോയാൽ നമ്മുടെ മക്കൾ അനാഥരാകും. അതുകൊണ്ട് നീ അവരെ പൊന്നുപോലെ നോക്കണം. അവരെങ്ങാനും കരഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. അന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത്രയും പറഞ്ഞ് ഒരു മഞ്ഞുപുക പോലെ മുകളിലേക്കുയർന്ന് ആകാശത്തിലെ ഇരുട്ടിൽ മറഞ്ഞുപോയി. പിന്നീടൊരിക്കലും മിനോഗിച്ചി അവളെ കണ്ടില്ല.